എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചില സമയത്തെങ്കിലും ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്, ചെറിയ ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാമോ എന്ന്. പണ്ടൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പ് ഞാൻ ഇവർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുറന്നു പറയാനല്ലോ പേടിയാണ്. എന്ത് വള്ളിയാണ് ഇതിൻ്റെ പുറകെ വരുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് ഈ പേടി. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ വീഴാൻ പറ്റുന്ന, നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അടിപൊളി 5 പറ്റിപ്പ് പരിപാടികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളാണ്, വളരെ എഫക്റ്റീവാണ്, കയ്യിലുള്ള പൈസ മൊത്തം പോകുമെന്ന് മാത്രമല്ല കുറേ നാൾ കേസും കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കാം. ആദ്യമായിട്ട് ഈ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ സ്കാമിലൊന്നും പെടാതെ ജീവിക്കുക എന്ന് പറയുന്നത്. സ്കാം അല്ലെങ്കിൽ പറ്റിപ്പ് ചെയ്യുന്ന ആളുകൾ വൻ ലെവലിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ കാര്യം സ്കാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ അപ്പുറം ടെക്നിക്ക് ഇറക്കിക്കൊണ്ടുവരും. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ഈ സ്കാമേഴ്സിന് വലിയ അപ്ഡേഷൻ ഒന്നും ആവശ്യമില്ല. ഇവരുടെ പഴയ ഉടായ്പിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ഇപ്പോഴും വീണ് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കിയ കഥകൾ. മെയിൻ ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളാണുള്ളത്. വ്യാജ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ജില്ലയിൽ മാത്രം ഒരാഴ്ചക്കിടെ രജിസ്റ്റർ ചെയ്തത് 100-ലേറെ കേസുകളാണ്. വ്യാപകമായി നിക്ഷേപ തട്ടിപ്പ് നടത്തി. എനിക്ക് തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു 25 പ്രൊമോഷൻസ് എങ്കിലും വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അവർ ലീഗൽ എന്ന് വെച്ചാൽ ലീഗലാണെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല അവരുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ പൈസ ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരാളുടെ പേരെടുത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ യെസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ കുറെ പേരെ കോൾ ഔട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. എനിവേ അതവിടെ നിൽക്കട്ടെ. പണിയെടുക്കാതെ പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഇവർ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഉടായിപ്പാണെന്ന്. അപ്പോൾ പെട്ടെന്ന് റിച്ച് ആവാം, വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് കളയണം. ഈ ബെറ്റിംഗ് ആപ്പിന്റെ ഒക്കെ അൽഗോരിതം തന്നെ വർക്ക് ചെയ്യുന്നത് മേ ബി തുടക്കം നമുക്ക് കുറച്ച് പൈസ അവർ ഇങ്ങോട്ട് തരുമായിരിക്കും. കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഗ്രീഡ് നമ്മുടെ ഉള്ളിൽ അവർ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നീട് നമ്മൾ ഇടുന്ന ഒരു പൈസ പോലും നമുക്ക് തിരികെ കിട്ടാനും പോകുന്നില്ല. അതിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാനും പോകുന്നില്ല. നമ്മൾ ഇട്ട പൈസ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ചെയ്ത് പൈസ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിക്കുന്ന പരിപാടി. പല വാർത്തകളിലും ഞാൻ കണ്ടു, നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസ ഡബിൾ ആക്കാം. അതിനേക്കാളും വലിയൊരു കോമഡി ഐറ്റം, ഡെയിലി 1% റിട്ടേൺസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്ന സെറ്റപ്പാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ദിവസം 1% വീതം പലിശ നൽകും. കണ്ടില്ലേ, ഇത് ശരിക്കും നടന്ന സംഭവമാണ്. ഈ 1% ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കണക്കിൽ കൂടെ പറഞ്ഞുതരാം. ഞാൻ 1 ലക്ഷം രൂപയിൽ തുടങ്ങി 2 വർഷം ഡെയിലി 1% വെച്ച് റിട്ടേൺസ് ഉണ്ടാക്കിയാൽ എൻ്റെ കയ്യിൽ 14,27,00,000 രൂപയ്ക്ക് മുകളിൽ കാണും. ഇനി ഞാൻ 2 വർഷം കൊണ്ട് നിർത്തിയില്ല, ഞാൻ 4 വർഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ എൻ്റെ കയ്യിൽ 2 ലക്ഷം കോടി രൂപ ഉണ്ടായിരിക്കും. ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ നിങ്ങളുടെ കാൽക്കുലേറ്റർ ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രയും വലിയ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി 4 വർഷം കൊണ്ട് നിങ്ങൾ നിർത്തിയില്ല, 1-2 വർഷം കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംബാനിയേക്കാളും കാശുകാരനാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും 1% റിട്ടേൺസ് ഉണ്ടാക്കി തരുന്നതിന് പകരം ഈ ചെയ്യുന്ന ആളുകൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി അവരങ്ങ് റിച്ചായ പോരെ. ഉള്ളിൽ അത്രത്തോളം നന്മയുള്ളവരായതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരും അംബാനി ആയിക്കോട്ടെ എന്ന് കരുതി ഇവർ ഇത്ര വലിയൊരു സേവനം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ പണം ഇരട്ടിച്ച് തരാം, ഡെയിലി 1% പ്രോഫിറ്റ് ഉണ്ടാക്കി തരാം എന്നൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് അവരെ ഒഴിവാക്കുക. അപ്പോൾ കയ്യിലുള്ള പൈസ ഡബിൾ ആക്കാനോ അതല്ലെങ്കിൽ ഡെയിലി 1%, 0.5% ഒക്കെ റിട്ടേൺസ് കിട്ടുന്നതിനായിട്ട് പൈസ എവിടെയെങ്കിലും കൊണ്ടിട്ടുള്ള കൂട്ടുകാരെയോ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അവരെ വിളിച്ച് കാര്യം പറയുക. അതല്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതും അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കാനെങ്കിലും പറയുക. ഇനി മൂന്നാമത്തെ ടൈപ്പ് തട്ടിപ്പാണ് ജോലി തട്ടിപ്പ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അതല്ലെങ്കിൽ ലൈഫിലുള്ള കഷ്ടപ്പാടൊക്കെ മാറ്റി എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കണമെന്ന് കരുതി ഏതെങ്കിലും നാട്ടിൽ പോയി പണിയെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്ന ആളുകളെ മുതലെടുത്ത് പറ്റിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്ത്യയിലല്ല, പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള പല സുഹൃത്തുക്കളും പലപ്പോഴായിട്ട് എന്നെ വിളിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വിസ ഓഫേഴ്സിനെ പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ തന്നെയുള്ള എൻ്റെ പല സുഹൃത്തുക്കളുടെ നാട്ടിലുള്ള കൂട്ടുകാർക്കും ഇതേ ഓഫേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലോട്ട് വിസ തരാം. 5 ലക്ഷം രൂപ നിങ്ങൾ ആദ്യം തരണ്ട, നിങ്ങൾ 1 ലക്ഷം രൂപ തന്നാൽ മതി. അതിനുശേഷം വിസ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ബാക്കി പൈസ തന്നാൽ മതി. പക്ഷേ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും എല്ലാം റെഡിയാണ്. വലിയൊരു ഡയറി ഫാമിലായിരിക്കും നിങ്ങൾക്ക് ജോലി, അതല്ലെങ്കിൽ വലിയൊരു ഡയറി ഫാക്ടറിലായിരിക്കും നിങ്ങൾക്ക് ജോലി. 1 മണിക്കൂറിന് $30 വീതമായിരിക്കും നിങ്ങൾക്ക് ശമ്പളവും കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം പറഞ്ഞ് ന്യൂസിലൻഡ് ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ഒരു വിസയും കമ്പനിയുടെ ഡോക്യുമെന്റേഷനും ഒക്കെ ഇവർ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും. ഇത് ന്യൂസിലൻഡ് മാത്രമല്ല, മിക്ക രാജ്യങ്ങളിലും ഇങ്ങനത്തെ വിസ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തട്ടിപ്പ് നടത്തുന്ന കുറെ ആളുകളിൽ ഒരുപാട് നന്മയുള്ള ചില ആളുകൾ ഈ 5 ലക്ഷം രൂപ മുഴുവനായിട്ട് പറ്റിക്കില്ല. അവർ ആദ്യത്തെ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതിനുശേഷം അവർ നാട് വിടും. പിന്നെ അവരെ വിളിച്ചാൽ പോലും കിട്ടില്ല.
കിട്ടില്ല. അപ്പോൾ അങ്ങനെ ബാക്കി 4 ലക്ഷം രൂപ പറ്റിക്കാതെ ആളുകൾക്ക് സേവനം ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എത്ര വലിയ രാജ്യത്തോട്ടും എത്ര വലിയ ഓഫർ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി അവർ പറയുന്ന വിസ, അങ്ങനൊരു വിസ ഉണ്ടോ, ആ വിസ പോസിബിൾ ആണോ എന്ന് ആ രാജ്യത്തിൻ്റെ തന്നെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി ഒന്ന് നോക്കുക. എല്ലാ രാജ്യത്തെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ആ രാജ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിസയുടെ എല്ലാ കാറ്റഗറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലൊന്നും പെടാത്ത ടു ഗുഡ് ടു ബി ട്രൂ ആയിട്ട് തോന്നുന്ന വിസകൾ. ടു ഗുഡ് ടു ബി ട്രൂ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ അടിപൊളി വിസയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം, ഇത് ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഈ രാജ്യത്തോട്ട് പോകാത്തതെന്ന്. പക്ഷേ ഇങ്ങനത്തെ ലോജിക്കൽ ക്വസ്റ്റൻ ഒന്നും നിങ്ങളോട് തന്നെ ചോദിക്കില്ല. കാരണം നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ പറ്റിക്കാനും വരുന്ന ആളുകൾ അതിനുള്ള മാർഗം കൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ കമ്പനി ഇനി 10 പേരെ കൂടെ എടുക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം മാറാൻ പോവാണ്, നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിനി കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ റിസർച്ച് ചെയ്യാനുള്ള സമയം പോലും തരാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. വിസ കിട്ടാതെ പറ്റിച്ചു പോകുന്ന ട്രോമയെക്കാളും വളരെ വലുതായിരിക്കും ഒരു ഫേക്ക് വിസ തന്നിട്ട് നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ടാറ്റ പറഞ്ഞ് എയർപോർട്ടിൽ ചെന്നിട്ട് അത് ഫേക്ക് വിസയാണെന്ന് മനസ്സിലായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അവസ്ഥ. പാർട്ട് ടൈം ജോലിയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. തൊഴിലും സ്ഥിര വരുമാനവും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയതായി പരാതി. ഈ ജോബ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഈ വിസ കൊണ്ട് മാത്രം തീരുന്നതല്ല, ഒരുപാടുണ്ട്. പാർട്ട് ടൈം ജോബിനായിട്ട് ഒരു ലിങ്ക് അയച്ചു തരുന്നു. അവിടെ കയറി വർക്ക് ചെയ്യുമ്പോൾ തന്നെ വളരെ സില്ലി ആയിട്ടൊരു വർക്കായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കയറി ലൈക്ക് ചെയ്യാനായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 150 രൂപ അവർ ഇട്ട് തരും. അപ്പോൾ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടി തുടങ്ങും, ഒരു വീഡിയോ ലൈക്ക് ചെയ്തപ്പോൾ 150 രൂപ, ഇനി അങ്ങോട്ട് ഭയങ്കര പൈസ ആയിരിക്കും എന്ന് കരുതും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ടാസ്കും കൂടെ തരും. നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കിയതായിട്ട് അവർ നിങ്ങളോട് പറയും. അതിനുശേഷം ആ പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ സർചാർജ് ആയിട്ട് ഒരു 10,000 രൂപ അങ്ങോട്ട് ആദ്യം അയച്ചു കൊടുക്കാൻ പറയും. 10,000 രൂപ നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വിളിച്ചാൽ പോലും ആ നമ്പർ എടുക്കാൻ പോകുന്നില്ല. ഇനി 4ാമത്തെ ഒരു അടിപൊളി ടെക്നിക്കാണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസികളുടെ പേരിലും സൈബർ ലോകത്ത് തട്ടിപ്പ്. ക്രിപ്റ്റോ കറൻസി വാഗ്ദാനം ചെയ്ത് 100 കോടിയിലധികം രൂപ. ഇത് പുതിയൊരു ഐറ്റം ആണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു സ്കാമിൽ 3 ആളുകൾ ഇൻവോൾവ് ആണ്. ABC. ഈ നടുക്കിരിക്കുന്ന B ഉണ്ടല്ലോ, ഈ B ആണ് പറ്റിക്കുന്ന ആൾ. ഈ B വന്ന് Aയോട് പറയും, നിങ്ങൾക്ക് ഞാൻ ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചു തരാം, ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചു തരുന്നതിന് നിങ്ങൾ എനിക്കൊരു 10,000 രൂപ തരണമെന്ന്. പക്ഷേ നിങ്ങൾ പൈസ എൻ്റെ കയ്യിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തരണ്ട, നിങ്ങൾ അതിന് പകരം മറ്റൊരു നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ഇതൊന്നും അറിയാത്ത വെറും ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും ഈ C. ഈ Cയുടെ നമ്പർ എടുത്തിട്ട് Aക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് പൈസ അയക്കാൻ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു കടൽ തീരത്തിരുന്ന് തിര എണ്ണിക്കൊണ്ടിരിക്കുമായിരിക്കും ഈ C ഇതൊന്നും അറിയാതെ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഒരു 10,000 രൂപ കയറി വരും. അപ്പോൾ ഉടനെ തന്നെ ഈ B Cയെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ച പൈസ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പോയത്, ആ പൈസ ഒന്ന് തിരിച്ചു തരുമോ. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ നാട്ടിലുള്ള നല്ല മനുഷ്യരായിരിക്കും. ആ പുള്ളിക്കാരൻ ഈ പൈസ ഇതേപോലെ ഈ Bക്ക് ഇട്ട് കൊടുക്കും. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന എന്തോ ഒരു വലിയ സാധനം പാക്കറ്റിൽ വരുന്നത് നോക്കി കുറേ നാൾ വെയിറ്റ് ചെയ്യും. കിട്ടാതാകുമ്പോൾ ഈ Cക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും. ക്രിപ്റ്റോ കറൻസി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന നമ്പറിലോട്ട് കാശ് കൊടുത്തിട്ട് ക്രിപ്റ്റോ കറൻസിയും ഇല്ല, പൈസയും ഇല്ല. ഈ സ്കാം ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല, നമ്മുടെ മലയാളത്തിലെ ന്യൂസുകളിൽ തന്നെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള സ്കാമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നല്ല പിടയ്ക്കുന്ന ക്രിപ്റ്റോ കറൻസി 2 കിലോ കവറിലിട്ട് കൊണ്ട് തരാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല ക്രിപ്റ്റോ കറൻസി എന്ന് ആദ്യം മനസ്സിലാക്കുക. ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ നിങ്ങൾ ആർക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് അവർ വീട്ടിലോട്ട് പെട്ടിയിൽ അയച്ചു തരുന്ന സാധനമല്ല ക്രിപ്റ്റോ കറൻസി. ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്കറിയില്ല എന്തൊക്കെ തരം പുതിയ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായി ഇനി വരാൻ പോകുന്നത് എന്ന്. നിങ്ങൾക്ക് പുതിയതായിട്ട് അറിയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. ബാങ്കിൽ നിന്ന് OTP വിളിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ സെക്യൂരിറ്റി ഭയങ്കര റിസ്ക്കിലാണ്, വേഗം നിങ്ങളുടെ ബാങ്കിൻ്റെ ID പറഞ്ഞു തന്നാൽ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ഇപ്പോഴും ആളുകൾ വീഴാറുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇടയ്ക്കെങ്കിലും ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ചേട്ടാ വലിയ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്കൊക്കെ ചെറിയ സഹായം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പേടിയാണ്. ഇവരൊക്കെ ജെന്യൂൻ ആണോ അതല്ലെങ്കിൽ വലിയ വള്ളിയും കൊണ്ടാണോ ഇവർ വരുന്നതെന്ന് പോലും അറിയാത്തത് കൊണ്ട് ഇപ്പോൾ മാക്സിമം മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഹെൽപ്പ് കിട്ടേണ്ട ആളുകൾക്ക് കൂടി ചില ആളുകൾ കാരണം ഒരു സഹായവും കിട്ടാതാവുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ സ്കാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്താൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും. ആരെങ്കിലും ഒക്കെ ഇതുപോലത്തെ കെണിയിൽ ചെന്ന് പെടാതെ ഇരിക്കട്ടെ.